ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം. നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമായ കർത്താവേ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അങ്ങയുടെ ആത്മാവിൻ്റെ അതിശയകരമായ അഭിഷേകം നിറയട്ടെ. 93-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനത്രേ. സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനത്രേ. ദൈവമായ കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കുടുംബങ്ങളുടെ മേൽ ആധിപത്യം പുലർന്ന ആധിപന്മാരും ആധിപത്യ ശക്തികളും നസ്രായന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. ഓ കർത്താവേ, ഈ നിമിഷങ്ങളിൽ ആത്മാവിൻ്റെ അത്യുന്നതമായ പ്രവാഹം ഇപ്പോൾ ദൈവമക്കളുടെ ഇടയിലേക്ക് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴം ആഴത്തെ വിളിക്കുന്ന അനുഭവം, ആത്മാവിനെ ഉണർത്തുന്ന അനുഭവം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന മന്ദതയും മരവിപ്പും ക്ഷീണവും മടുപ്പും രോഗപീഠകളും തളർച്ചകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 3-ാം തിരുലിഖിതം. കുടിലബുദ്ധി ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നു. കുടിലബുദ്ധി ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റുന്നു. ഓ ദൈവമായ കർത്താവേ, ദൈവവചനം ശ്രവിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇതിനെതിരായുള്ള എതിർചിന്ത, മല്ലടിക്കുന്ന ചിന്ത, വികടചിന്ത, വിമത സ്വഭാവം ഇവയുടെ പീഡനത്തിൽപ്പെട്ട്, ഇങ്ങനെയുള്ള ദുരാത്മകളുടെ പീഡയിൽപ്പെട്ട് ആത്മീയ ശുശ്രൂഷകളിൽ മനസ്സിൽ ലയിച്ച് ചേരാൻ പറ്റാത്ത വിധം തടസ്സം അനുഭവിക്കുന്ന ഓരോ മകനിൽ നിന്നും മകളിൽ നിന്നും കുടിലബുദ്ധിയുടെ ആത്മാവ് യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവേ, അവിടുത്തെ തിരുലിഖിതം ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. തഴക്കദോഷങ്ങൾ, മദ്യപാനം, ചീട്ടുകളി, ദുർവൃത്തി, ചൂതാട്ടം, സംശയരോഗം, വെറുപ്പ്, വൈരാഗ്യം, ദ്രവ്യാഗ്രഹം, ജഡികാസക്തികൾ, ഇങ്ങനെയുള്ള തഴക്കദോഷത്തിൻ്റെയും പാപാസക്തികളുടെയും ബന്ധനത്തിൽ കിടന്ന് പടയുന്ന ഓരോ ആത്മാവിലേക്കും ഇപ്പോൾ ദൈവികമായ അത്ഭുത സ്പർശനം ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിശയ ശക്തി ഈ നിമിഷങ്ങളിൽ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും തെക്കു നിന്നും വടക്കു നിന്നും മിന്നൽ പിണരുകൾ പോലെ ഈ ദാസന്മാരുടെ മേൽ പ്രവഹിച്ചു കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഈ ഒരു വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ സ്വാഭാവികമായി ഉയർന്നു വന്ന ഒരു ചിന്ത എങ്ങനെയാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കുക? ഉടനെ ഞാൻ എൻ്റെ ആത്മാവിനോട്, എൻ്റെ ഉള്ളിൽ ഞാൻ ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റാത്തത്? അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് മറുപടി ഉണ്ടായി, പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ. വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്നത് പോലെ നടക്കാതെ വരുമ്പോൾ, തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, ശത്രുപീഡ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കണ്ണുനീരിൽ കുതിർന്ന ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ സന്തോഷിക്കുക?
പ്രിയപ്പെട്ട ദൈവമക്കളെ, അതിനെക്കുറിച്ച് ദൈവമായ കർത്താവ് നൽകിയ വെളിപ്പെടുത്തലുകളാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ദൈവവചനത്തിൽ ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തി തരുന്ന വെളിപാടുകളിൽ അത്യുന്നതമായ ഒരു വെളിപ്പെടുത്തലാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പൊട്ടിച്ചിരി കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആദരങ്ങൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ദൈവത്തിന് ആനന്ദം. ജോബിന്റെ പുസ്തകം 8-ാം അധ്യായം 21-ാം തിരുലിഖിതം, അവിടുന്ന് നിങ്ങളുടെ പൊട്ടിച്ചിരി കൊണ്ടും നിങ്ങളുടെ ആദരം ജയാരവങ്ങൾ കൊണ്ട് നിറയ്ക്കും. അവിടുന്ന് നിങ്ങളുടെ പൊട്ടിച്ചിരി കൊണ്ടും നിങ്ങളുടെ ആദരം ജയാരവങ്ങൾ കൊണ്ടും നിറയ്ക്കും. സങ്കീർത്തന പുസ്തകം 126-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 126:1 വചനം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: അങ്ങ് പ്രവാസികളെ സിയോനിലേക്ക് നയിച്ചപ്പോൾ അത് ഒരു സ്വപ്നമായി ഞങ്ങൾക്ക് തോന്നി. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ കിടക്കുന്ന ജനം. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ആ നന്മ വിട്ട് തിന്മയുടെ മാർഗത്തിലൂടെ പാഞ്ഞപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ജനത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി താൽക്കാലികമായി ദൈവം അവരെ അടിമത്തത്തിലേക്ക്, ബാബിലോൺ അടിമത്തത്തിലേക്ക്, അസീറിന്റെ അടിമത്തത്തിലേക്ക്, പല പല രാജ്യാക്കന്മാരുടെ സാമ്രാജ്യ ശക്തികളുടെ അടിമത്തങ്ങളിലേക്ക് അവരെ വിടുകയുണ്ടായി. ഈ ജനത്തെ ദൈവം തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞ ദൈവദാസൻ പറയുകയാണ്: അങ്ങ് പ്രവാസികളെ സിയോനിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ പൊട്ടിച്ചിരി കൊണ്ട് നിറഞ്ഞു, ഞങ്ങളുടെ നാവുകൾ ആനന്ദാരവം മുഴക്കി. ഹല്ലേലൂയ. ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഇടപെടുമ്പോൾ, തൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ, തൻ്റെ ജനത്തിൻ്റെ കുടുംബങ്ങളിൽ ഇടപെടുമ്പോൾ, സമൂഹങ്ങളിൽ ഇടപെടുമ്പോൾ ആ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവം പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരവങ്ങൾ കൊണ്ടും നിറയ്ക്കാൻ തക്കവിധം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പൊട്ടിച്ചിരി കൊണ്ടും എൻ്റെ അതര ജാരവങ്ങൾ കൊണ്ടും നിറയ്ക്കുന്നൊരു ദൈവം. വീണ്ടും സങ്കീർത്തന പുസ്തകം 35-ാം അധ്യായത്തിൽ 27-ാം വാക്യം, അവിടുന്ന് തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്നവനാണെന്ന് അവർ നിരന്തരം പറയട്ടെ. അപ്പൊ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ഈ വചനങ്ങൾ കാണുന്ന എങ്ങനെയാണ്? തൻ്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ്, തൻ്റെ ദാസന്റെ ആദരങ്ങൾ പൊട്ടിച്ചിരി കൊണ്ടും ജയാരവങ്ങൾ കൊണ്ടും നിറയ്ക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് എങ്ങനെ സംഭവിക്കും എന്നതായിരുന്നു എൻ്റെ വിഷയം. നമുക്ക് കണ്ണുനീരുണ്ട്, രോഗമുണ്ട്, തകർച്ചയുണ്ട്, കടബാധ്യതയുണ്ട്, ശത്രുപീഡയുണ്ട്, കുടുംബകലഹമുണ്ട്, വേദനയുണ്ട്, വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. ഇങ്ങനെയുള്ള ഈ ജീവിതത്തിൽ എങ്ങനെ നമ്മുടെ പൊട്ടിച്ചിരി കൊണ്ട് നിറയും? അങ്ങനെ അച്ഛൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2009 ഓഗസ്റ്റ് മാസം 2-ാമത്തെ ആഴ്ച ഇതാ ഒരു ദൈവ പൈതല് ഈ സഗിയോൻ ധ്യാന കേന്ദ്രത്തിലെ ഒരു താമസത്തിലുള്ള ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. ആ ദൈവ പൈതലിന് ഒരു വലിയ വേദനയുണ്ട്. 1,25,00,000 രൂപയുടെ കടബാധ്യത. 1,25,00,000 രൂപയുടെ കടബാധ്യത. ദൈവത്തിന്റെ ദൂത് 2009 ഓഗസ്റ്റ് മാസത്തിലെ 2-ാമത്തെ ആഴ്ചയിലെ ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ ഇങ്ങനെ അനൗൺസ് ചെയ്തു: ഈ സമൂഹത്തിൽ ദുഃഖിച്ചിരിക്കുന്നവർ, ഈ സമൂഹത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ തങ്ങളുടെ ചിന്തയെയും തങ്ങളുടെ ബുദ്ധിയെയും ദൈവവചനത്തിനനുസരിച്ച് വിട്ടുകൊടുക്കണം. സ്വന്തം ചിന്ത ഉപേക്ഷിച്ചാലേ ദൈവവചനത്തിന് ചിന്ത സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചിന്ത ഈ ഭൂമിയുടേതാണ്, അത് താഴ്ന്ന ചിന്തയാണ്. ഈ ഭൂമിയുടെ ചിന്തയേക്കാൾ ഉയർന്നതാണ് ദൈവവചനത്തിന്റെ ചിന്ത, അത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയുടെ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തിന്റെ ചിന്തകളെ പുൽകാൻ കഴിയുകയില്ല. ഒന്നുകിൽ സ്വർഗത്തിന്റെ ചിന്ത, അല്ലെങ്കിൽ ഭൂമിയുടെ ചിന്ത. ഉടനെ ആ ദൈവ പൈതൽ ഭൂമിയുടെ ചിന്ത ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ചിന്ത സ്വീകരിച്ച്, ദൈവത്തിന്റെ ചിന്ത എന്താണ് പഠിപ്പിക്കുന്നത്? സങ്കീർത്തനം 37:4, നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഹല്ലേലൂയ. ഇത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ദൈവത്തിന്റെ സ്വന്തം വഴികളിലൂടെ. അപ്പോൾ ആ ദൈവ പൈതൽ അത് ഉറച്ച് വിശ്വസിച്ച് നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒരു ദൈവ പൈതൽ കണ്ണുനീരിലിരിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ ദുഃഖത്തിലിരിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ തകർച്ചയിലിരിക്കുമ്പോൾ, കുടുംബ കലഹത്തിലിരിക്കുമ്പോൾ, കാര്യങ്ങൾ വിചാരിക്കുന്നവർ നടക്കാതെ വരുമ്പോൾ ദൈവം ആ ദൈവ പൈതലിന് കൊടുക്കുന്ന രക്ഷയുടെ ഒരു വഴിയാണ് നീ കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ബിനോയ് അച്ഛൻ ആ ധ്യാനത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു.
പ്രിയപ്പെട്ട ദൈവ മക്കളെ, ആ മനുഷ്യൻ അത് വിശ്വസിച്ച് ആ മനുഷ്യൻ എല്ലാം മറന്ന് ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി, ദൈവത്തിൽ ആഹ്ലാദിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മതിപ്പോടെ സംസാരിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയം കൊണ്ട് മുറുകെ പിടിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ പ്രാർത്ഥനയെ ശരിക്കും ലയിച്ചു തരാൻ തുടങ്ങി, ദൈവത്തിന് നന്നായി ബലിയർപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനത്തിൻ്റെ ഞായറാഴ്ച ധ്യാനം തുടങ്ങി. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അദ്ദേഹം നന്നായി ഹൃദയം ദൈവത്തിങ്കിലേക്ക് വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ ശക്തിയെ ഓർത്ത് സന്തോഷിക്കാൻ തുടങ്ങി. അതുവരെ ആ മനുഷ്യൻ്റെ പ്രത്യേകത സ്വന്തം കടബാധ്യതയോർത്ത് മനോവിഷമം പിടിച്ച് നിരാശപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ലോകത്തിൻ്റെ ഭൂമിയുടെ ചിന്ത വിട്ട്, ദുഃഖത്തിൻ്റെ ചിന്ത വിട്ട്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യാശയുടെ ചിന്ത മുറുകെ പിടിച്ച് ദൈവത്തിൽ ആനന്ദിക്കാൻ തുടങ്ങി. കൈയടിച്ചു, പാട്ടുപാടി, ബലിയർപ്പിച്ചു, ദൈവത്തെ ആരാധിച്ചു. അന്ന് രാത്രി ആരാധന നടക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നും ഒരു സന്ദേശം ബിനോയ് അച്ഛന് കൊടുത്തു. ബിനോയ് അച്ഛൻ പറഞ്ഞു, ഈ സമൂഹത്തിൽ കടബാധ്യത കൊണ്ട് വിഷമിക്കുന്ന ഏതാണ്ട് 1 കോടിയോളം രൂപ കടബാധ്യതയുള്ള ഒരു മകന്റെ കടബാധ്യത പ്രശ്നത്തിന്റെ മേൽ കർത്താവ് ഇടപെടുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് ദൈവത്തിൻ്റെ അത്ഭുത ഇടപെടൽ ആ മകൻ്റെ കുടുംബത്തിലേക്കുണ്ടായി. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് ഫോൺ ചെയ്തു. വീട്ടിൽ നിന്ന് സന്തോഷകരമായ ഒരു വാർത്ത അറിയാൻ കഴിഞ്ഞു. കഴിഞ്ഞ 8-9 മാസമായി ഒരു വലിയ കമ്പനിയിൽ, ഒരു വലിയ ഫേമിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ഒരു വിധം നടക്കാതെ ക്ലേശിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം ചൊവ്വാഴ്ച കെട്ടഴിഞ്ഞു. ചൊവ്വാഴ്ച അവർ കമ്പനിയിൽ നിന്ന് പേപ്പർ അയച്ച് നിങ്ങളുടെ ലോൺ നിങ്ങൾക്ക് പാസ്സാക്കി തന്നിരിക്കുന്നു, വേഗം വന്ന് കൈപ്പറ്റുക എന്ന് പറഞ്ഞ് ആ പേപ്പർ ചൊവ്വാഴ്ച അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. ആ സന്തോഷമാണ് ബുധനാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഈ മനുഷ്യൻ അറിയാൻ കഴിഞ്ഞത്. ആ മനുഷ്യൻ പറഞ്ഞു, ആ മനുഷ്യൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട്ടി പറഞ്ഞു, എൻ്റെ 1,25,00,000 രൂപയുടെ കടബാധ്യത സോൾവ് ചെയ്യാനുള്ള വഴി എൻ്റെ ദൈവം തുറന്നു തന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് അദ്ദേഹം സ്റ്റേജിൽ ആനന്ദ നൃത്തമാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യന്റെ സന്തോഷവും നൃത്തവും കണ്ടപ്പോൾ 126 സങ്കീർത്തനത്തിൽ 1-ാം വാക്യം ഞാൻ അനുസ്മരിച്ചു പോയി. അവിടുന്ന് പ്രവാസികളെ മോചിപ്പിച്ച് സിയോനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിച്ച് ഭാരപ്പെട്ടിരിക്കുന്നവരുടെ കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ കാണുന്നില്ല. എന്നാൽ ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ദൈവത്തിൻ്റെ വചനത്തിൽ പ്രത്യാശ വെച്ച്, സ്വർഗത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വെച്ച്, ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രത്യാശ വെച്ച്, ദൈവത്തിൽ ബലപ്പെടുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവം രാജകീയ പാതകൾ വെട്ടിത്തുറക്കും എന്ന് തന്നെ തിരുലിഖിതങ്ങളിൽ ഞാൻ കാണുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകത്തിൽ 42-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, സങ്കീർത്തനം 42:5, എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിനു നെടുവീർപ്പെടുന്നു, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. എൻ്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ എന്തിനു നെടുവീർപ്പെടുന്നു, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, നീ ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ജോബിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ അതിൽ 26-ാമത്തെ തിരുലിഖിതം, ജോബ് സ്വന്തം ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞ് ജീവിതത്തിലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ട്, സുരക്ഷിതത നഷ്ടപ്പെട്ട്, എല്ലാ വേലിക്കെട്ടുകളും നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ടവനായി, സ്വന്തം ശരീരത്തിന് സുഖം പോലും നഷ്ടപ്പെട്ട്, അവൻ്റെ ശരീരം നെറുക മുതൽ ഉള്ളങ്കാല് വരെ ചിരങ്ങ് പിടിച്ച് ചൊറി പിടിച്ച് ഓട്ടും കഷ്ണം കൊണ്ട് അവനെ മാന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആ പഴുത്ത ശരീരത്തിൽ, ആ പുഴു പിടിച്ച ശരീരത്തിൽ നിന്ന് ഓട്ടും കഷ്ണം കൊണ്ട് ഇങ്ങനെ ചിരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജോബ് പറയുന്ന വാക്യമാണ് ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാം വാക്യം, എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഈ ശരീരത്തിലിരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. മക്കളെ, ദുഃഖത്തിന് നടുവിൽ ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഒന്നിനു പിറകെ ഒന്നായി പടിപടിയായി തകർച്ചകൾ വരുന്നു. തകർച്ചയുടെ നടുവിൽ കർത്താവിനെ ഉപേക്ഷിക്കരുത്. പരീക്ഷണങ്ങൾ നടുവിൽ കർത്താവിനെ ഉപേക്ഷിക്കരുത്. ഒരു കാര്യത്തിന് വേണ്ടി കുറേ കാത്തിരുന്നിട്ട് കിട്ടാതെ വരുമ്പോൾ കർത്താവിനെ ഉപേക്ഷിക്കരുത്. ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് എല്ലാ വാതിലും അടഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് കർത്താവിനെ ഉപേക്ഷിക്കരുത്. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും ഈ ചർമ്മത്തിൽ, ഈ ശരീരത്തിലിരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ജോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്താ അങ്ങനെ ജോബ് പറയാൻ കാരണം?
അതിന്റെ കാരണം തൊട്ടു മുകളിലുള്ള 25-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ ചില വിപരീത സാഹചര്യങ്ങളിലൂടെ നടന്നു പോകേണ്ടി വന്നേക്കാം. മരണത്തിന്റെ നിഴൽ വീണ സാഹചര്യങ്ങളിലൂടെ നടന്നു പോകേണ്ടി വന്നാലും എന്നാലും മനസ്സ് പതറരുത്. എനിക്ക് ന്യായം നടത്തി തരുന്നതും ജീവിക്കുന്നുണ്ടെന്നും അവസാനം അവൻ എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാനും നിങ്ങളും അറിയണം. ജോബിന്റെ പുസ്തകത്തിൽ 19-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തുവിലാണ് ആനന്ദിക്കുന്നതെങ്കിൽ ആ വ്യക്തിയിൽ ദൈവത്തിന് സംപ്രീതിയില്ല. ഞാനും നിങ്ങളും എൻ്റെ ജോലിയിൽ ആനന്ദിച്ചാൽ, ഞാനും നിങ്ങളും എൻ്റെ വീട്ടിലെ വസ്തുവകകളിലും ആനന്ദിക്കാൻ തുടങ്ങിയാൽ, കാറിലും കമ്പ്യൂട്ടറിലും ആനന്ദിക്കാൻ തുടങ്ങിയാൽ, പവറിലും പ്രതാപത്തിലും ആനന്ദിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ നേടിക്കൂട്ടുന്ന എസ്റ്റേറ്റുകളിലും സമ്പാദ്യങ്ങളിലും ആനന്ദിക്കാൻ തുടങ്ങിയാൽ ആ വ്യക്തിയിൽ ദൈവത്തിന് സംപ്രീതിയില്ല. ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ ആനന്ദിക്കാതെ ലോകത്തിലാണ് ആനന്ദിക്കുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടൊഴിഞ്ഞു പോകുന്ന ഒരു പാപകരമായ ജീവിത രീതിയാണ്. ജോബിന്റെ പുസ്തകം 31-ാം അധ്യായം 24, 25, 26 തിരുലിഖിതങ്ങൾ: സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിലായിരുന്നു ഞാൻ പ്രത്യാശ അർപ്പിച്ചിരുന്നതെങ്കിൽ, എൻ്റെ സമ്പത്ത് വലുതായിരുന്നത് കൊണ്ടോ എൻ്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നത് കൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവീകമായ ആത്മാവ് നിഷ്ക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് ലോകത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ജീവിത രീതി, സ്വർണത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ജീവിത രീതി, മനുഷ്യരിൽ സന്തോഷം കണ്ടെത്തുന്ന ജീവിത രീതി. ശ്രേഷ്ഠ വസ്തുക്കളിൽ അല്ല ഒരു ദൈവ പൈതൽ ആനന്ദം കണ്ടെത്തേണ്ടത്. പിന്നെയോ സ്രഷ്ടാവായ ദൈവത്തിലത്രേ ഞാനും നിങ്ങളും ആനന്ദം കണ്ടെത്തേണ്ടത്. ജോബിന്റെ പുസ്തകത്തിൽ 22-ാം അധ്യായം 24 മുതൽ തിരുലിഖിതങ്ങൾ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. സ്വർണത്തെ പൊടിയിലും ഓഫീർ പൊന്നിനെ നദീതടത്തിലെ കല്ലുകൾക്കിടയിൽ എറിഞ്ഞു കളയുമെങ്കിൽ, സർവശക്തൻ നിനക്ക് സ്വർണവും വെള്ളിയുമാകുമെങ്കിൽ, നീ സർവശക്തൻ ആനന്ദിക്കുകയും നീ അവിടുത്തെ നേരെ മുഖമുയർത്തുകയും ചെയ്യും. നീ അവിടത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. നീ രോഗത്തിന് നടുവിൽ ദൈവത്തിൽ ആനന്ദിക്കണം. നീ കടബാധ്യത നടുവിൽ ദൈവത്തിൽ ആനന്ദിക്കണം. നിന്ദനത്തിന് നടുവിൽ ദൈവത്തിൽ ആനന്ദിക്കണം. നീ തിരസ്കരണത്തിന് നടുവിൽ ദൈവത്തിൽ ആനന്ദിക്കണം. എല്ലാം നഷ്ടപ്പെടുമ്പോൾ ജോബിനെ പോലെ നിറകു മുതൽ ഉള്ളങ്കാല് വരെ ചർമ്മം അഴുകി ഇല്ലാതാകുന്ന സമയത്ത് നീ ദൈവത്തിൽ ആനന്ദിക്കണം. മുന്നോട്ട് ഒരു വഴിയും കണ്ടെത്താതിരിക്കുമ്പോൾ നീ ദൈവത്തിൽ ആനന്ദിക്കണം. ദൈവത്തെക്കുറിച്ച് കുറ്റം പറയുക, ദൈവത്തെ ദുഷിക്കുക, ദൈവത്തെ വെറുക്കുക, ദൈവീക കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഇത് ദൈവവചനം നിരോധിച്ചിരിക്കുകയാണ്. ഏതിന്റെ നടുവിലും നീ ദൈവത്തിൽ ആനന്ദിക്കുക. നിന്റെ അന്ധകാരത്തിന് നടുവിൽ നിനക്കായി പ്രഭാതം വേഗം പൊട്ടിവിരിയും. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഇപ്പോൾ പ്രത്യാശയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഞാൻ എത്രമാത്രം അധ്വാനിച്ചിട്ടും, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും, ഞാൻ എത്രമാത്രം നോക്കിയിട്ടും ദൈവികമായ ഒരു അനുഭവം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന നിരാശയുടെ മേൽ ഇപ്പോൾ അത്ഭുതകരമായ ദൈവവചനാഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. അന്ധകാരത്തിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അത്ഭുതകരമായ ദൈവവചനാഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. വെറുപ്പിന്റെ കട്ട പിടിച്ച വെറുപ്പിന്റെ ഇരുട്ടിലിരിക്കുന്നവരുടെ മേൽ അത്ഭുതകരമായ ദൈവിക പ്രകാശം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, തകർച്ചയിലിരിക്കുന്നവർ, കടബാധിരിക്കുന്നവരുടെ മേൽ ദൈവിക പ്രകാശം ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നിരാശ ചിന്തകളും വിട്ടുപോകട്ടെ. ആത്മഹത്യ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. തകർച്ചയുടെ ചിന്തകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. ഇരുട്ടിന്റെ ചിന്തകൾ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ജീവനേ സ്നേഹമേ സ്വർഗത്തിൽ വാഴും തമ്പുരാനേ സ്വർഗത്തിൽ വാഴും തമ്പുരാനേ നീ വരിക നീ വരിക യേശുവേ എൻ മാർഗമേ ജീവനേ സ്നേഹമേ. സങ്കീർത്തന പുസ്തകം 30-ാം അധ്യായം 5-ാം തിരുലിഖിതം. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. സങ്കീർത്തനം 30-ാം അധ്യായം 11-ാം തിരുലിഖിതം. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. അവിടുന്ന് എന്നെ ചാക്ക് വസ്ത്രം അഴിച്ച് സന്തോഷമണിയിച്ചു. ഈ നിമിഷങ്ങളിൽ മകനെ മകളെ, നീ ഒരുപക്ഷെ കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാകാം. ഒരുപക്ഷെ ചാക്ക് വസ്ത്രം ധരിച്ച് ഇന്നെല്ലാം നഷ്ടപ്പെട്ടൊരു സാഹചര്യമായിരിക്കാം. തകർച്ചയുടെ ചാക്ക് വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാകാം. 2 കരങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് ഉയർത്തുക. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി. ഇന്ന് അന്ധകാരത്തിരിക്കുന്നവർ, ഇന്ന് ക്ഷീണത്തിലിരിക്കുന്നവർ, ഇന്ന് രോഗത്തിലിരിക്കുന്നവർ, കഷ്ടതയിരിക്കുന്നവർ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് അത്ഭുത വിടുതൽ പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ആത്മാവിൻ്റെ ഉണർവ് ഹൃദയങ്ങളിലേക്ക് പകരണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവനേ സ്നേഹമേ സ്വർഗത്തിൽ വാഴും തമ്പുരാനേ സ്വർഗത്തിൽ വാഴും തമ്പുരാനേ നീ വരിക നീ വരിക. എൻ്റെ പേര് പ്രിൻസ് പി ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. എനിക്ക് 6 മാസമായിട്ട് കാലുമേ ചെറിയൊരു അലർജിയിൽ നിന്ന് തുടങ്ങിയ വലിയൊരു പഴുപ്പ് ഇപ്പോൾ വെറും ഒരു പൊറ്റകൾ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. വലിയൊരു പഴുപ്പായിരുന്നു, അത് ഉണങ്ങി 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 വെറും പൊറ്റയായിട്ട് വെറുതെ ഒരു പൊറ്റകൾ മാത്രമുള്ള. ഇപ്പൊ എനിക്ക് 6 മാസമായിട്ട്. ഇവിടെ വരുമ്പോ പഴുപ്പുണ്ടായിരുന്നോ? എനിക്ക് ഇവിടെ വരുമ്പോ പഴുപ്പുണ്ടായിരുന്നു. ഇവിടെ വരുമ്പോ പഴുത്ത അവസ്ഥയിലാണ് വന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ യേശുവിനെ വിളിച്ചപ്പോ അത് ഉണങ്ങി കരിഞ്ഞങ്ങോട്ട് പോയി. പിന്നെ ഞാൻ ഇംഗ്ലീഷ് മരുന്നും നമ്മുടെ സാധാ ആയുർവേദിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഡോക്ടേഴ്സും കൂടെ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. 6 മാസമായിട്ട് പല ഡോക്ടേഴ്സിനെ കണ്ട് ഇംഗ്ലീഷ് മരുന്നും അലോപ്പതി ആയുർവേദവും ഇതെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് മാറിയിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നിട്ട് യേശുവേ എന്നങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. യേശുവിനെ നാമം വിളിച്ചപ്പോൾ പഴുത്തിരുന്ന കാലിലാ വ്രണം അത് കരിഞ്ഞ് ഉണങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുന്ന സൈന്യബലത്താലല്ല